കുറഞ്ഞ പൈസയ്ക്ക് യുഎയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നവർക്ക് വേണ്ടി ഒരു ഗോൾഡൻ ഓഫർ തന്നെ വന്നിട്ടുണ്ട്. യുഎയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഇത്ര നല്ലൊരു ഓഫർ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അൽ മംസാറിലാണ് ഈ പ്രോജക്ട് വരുന്നത്. ദുബായുടെയും ഷാർജയുടെയും ബോർഡറിലാണ് അൽ മംസാർ വരുന്നത്. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കി വെക്കാം, വെറും 860,000 ദിറംസിലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. യൂണിറ്റ്സിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ 1 ബെഡ്റൂം യൂണിറ്റ് വരുന്നുണ്ട്, 2 ബെഡ്റൂം യൂണിറ്റ് വരുന്നുണ്ട്, ആൻഡ് 3 ബെഡ്റൂം യൂണിറ്റ് വരുന്നുണ്ട്, ആൻഡ് 4 ബെഡ്റൂമിൽ വരുന്നത് പെന്റ് ഹൗസസ് ആണ്. 1 ബെഡ്റൂമിന്റെ ഡീറ്റെയിൽ നോക്കി വെക്കാം, 74.91 സ്ക്വയർ മീറ്ററിലാണ് വരുന്നത്. 212 യൂണിറ്റ്സ് ആണ് ഉള്ളത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 860,000 ആണ്. ആൻഡ് 2 ബെഡ്റൂമിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ 150.02 സ്ക്വയർ മീറ്റർ ആണ്. 236 യൂണിറ്റ്സ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 1.3 മില്യൺ ആണ്. 3 ബെഡ്റൂമിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ 179.35 സ്ക്വയർ മീറ്റർ ഉണ്ട്. 48 യൂണിറ്റ്സ് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് വരുന്നത് 2.2 മില്യൺ ആണ്. 4 ബെഡ്റൂമിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ പെന്റ് ഹൗസ് വരുന്നത് 390.01 സ്ക്വയർ മീറ്ററിലാണ്. 4 യൂണിറ്റ് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. പേയ്മെന്റ് ഡീറ്റെയിൽസ് വരുന്നത് 30/70 പേയ്മെന്റ് ആണ്. ഈ കാണുന്നതാണ് പ്രോജക്ടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. 5 ടവേഴ്സ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ മെയിൻ കീ പോയിന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വാട്ടർ ഫ്രണ്ട് ഏരിയ ആയിട്ടാണ് ഈ പ്രോജക്ട് വരുന്നത്. ഈ അൽ മംസാറിൽ തന്നെ ഫസ്റ്റ് വാട്ടർ ഫ്രണ്ട് പ്രോജക്റ്റ് ആണ് നമ്മുടെ ഈ പ്രോജക്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഈ നമ്മുടെ പ്രോജക്റ്റിന്റെ ലൊക്കേഷനിൽ നിന്നും വെറും 10 to 15 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്നത്. ഇനി ഇതിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 30/70 പേയ്മെന്റ് പ്ലാൻ ആണ് വരുന്നത്. ഇതിൽ 30% ഡ്യൂറിംഗ് കൺസ്ട്രക്ഷനിലും 70% ഓൺ ഹാൻഡ് ഓവറിലാണ്. സപ്പോസ് 1 BR അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പേയ്മെന്റ് പ്ലാൻസ് എങ്ങനെ വരുന്നത് നോക്കി നോക്കാം. ടോട്ടൽ എമൗണ്ട് വരുന്നത് 860,000 ദിറംസ് ആണ്. ഇതിൽ 10% വിച്ച് ഈസ് 86,000 ദിറംസ് വരുന്നുണ്ട്. ആൻഡ് 4% SLD വരുന്നുണ്ട്, വിച്ച് വിൽ ബി 34,400 AED ആണ്. ഇനി ഇതിൽ വരുന്ന 20% വെറും 4 വർഷം കൊണ്ട് മാത്രം അടച്ചു തീർത്താൽ മതി. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 172,000 ദിറംസ് ആണ്. 48 മന്ത്സ് എന്ന് പറയുമ്പോൾ പെർ മന്ത് അടക്കേണ്ടി വരുന്ന വളരെ തുച്ഛമായ എമൗണ്ട് ആണ്. അതായത് 3,584 ദിറംസ് ആണ് ഒരു മാസം അടക്കേണ്ടി വരുന്നത്. ഇനി ഇതിൽ ഹാൻഡ് ഓവർ പീരീഡിൽ വരുന്ന 70% നോക്കുകയാണെങ്കിൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ 602,000 ദിറംസ് ആണ്. അതായത് റെഡി ക്യാഷ് ഉള്ളവർക്ക് ഇത് കൊടുത്ത് ഒപ്പം തന്നെ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. അല്ലാത്ത പക്ഷം മോർഗേജ് ഓപ്ഷൻസ് നോക്കാം. മോർഗേജ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ മാക്സിമം കിട്ടാൻ പോകുന്നത് 25 ഇയേഴ്സ് ഓഫ് EMI ആണ്. 25 ഇയേഴ്സ് EMI കിട്ടുകയാണെങ്കിൽ മന്ത്ലി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വെറും 2,100 ദിറംസ് ആണ്. ഈ എമൗണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി 4 വർഷത്തിന് ശേഷം നിങ്ങളുടെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് റെന്റിൽ കൊടുക്കുകയാണെങ്കിൽ ആവറേജ് സ്റ്റഡീസ് വെച്ച് നോക്കുകയാണെങ്കിൽ റെന്റൽ എമൗണ്ട് മന്ത്ലി ജനറേറ്റ് ചെയ്യുന്നത് 5,000 മുതൽ 6,000 ദിറംസ് വരെയാണ്. ഈ എമൗണ്ട് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് EMI കവർ ചെയ്ത് പോവുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ പ്രോഫിറ്റും കണ്ടുകൊടുക്കാം. ഇത്ര നല്ലൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബൈ.